ഈജിപ്ത് ഇസ്രായേലിനെതിരെ വമ്പൻ പടയൊരുക്കത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇക്കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹർഷാരോം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇത്തരം വീഡിയോകളെ സാധാരണയായിട്ടുള്ള ഫലസ്തീൻ അനുകൂലികൾ അഥവാ അധസ്ഥിതന്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള മനുഷ്യർ അതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണ് ഇസ്രായേലിനെതിരെ ഏതെങ്കിലും ഒരു ശക്തി ഈ ക്രൂരതയ്ക്കെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. അതുമാത്രമാണ് അവിടെ സത്യം. അതിനപ്പുറം ഈജിപ്ത് ഒരിക്കലും ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിന് ഇപ്പോൾ ഒരുങ്ങുകയില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം അറബ് സഖ്യം തന്നെ ഇസ്രായേലിനെതിരെ പുറപ്പാട് നടത്തിയിരുന്ന ഒരു കാലത്ത് അത് മുൻകൂട്ടി അറിഞ്ഞ് ഈജിപ്തിൻ്റെ എല്ലാ തരത്തിലുള്ള വ്യോമ സംവിധാനങ്ങളെയും ഒറ്റയടിക്ക് മുന്നോട്ട് ഇറങ്ങിക്കൊണ്ട്, അതല്ലെങ്കിൽ ഒരു കാൽ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്രായേൽ മൊത്തം തകർത്തെറിയുകയും നിലംപരിശാക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇസ്രായേലിന് അവർക്കെതിരെ തിരിയുന്നു എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായാൽ, അതിൽ സംശയമുണ്ടായാൽ തന്നെ അവർ അതിനെ അപ്പാടെ നുള്ളിക്കളയും. ഈജിപ്തിനെതിരെ ഇസ്രായേൽ ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല. അതിനർത്ഥം ഇസ്രായേലിൻ്റെ ചാരവലയം ഈജിപ്തിൽ ഉണ്ട് എന്നും, ഇറാനേക്കാൾ ശക്തമായിട്ട് ചാരവലയമുള്ള ഒരു രാജ്യമാണ് ഈജിപ്ത്, ഇസ്രായേലിൻ്റെ ചാരവലയം. അതുകൊണ്ട് ഈജിപ്ത് എങ്ങാനും അങ്ങനെ ഒരു പുറപ്പാട്, അങ്ങനെ ഒരു മനസ്സ് ഈജിപ്തിനുണ്ടെങ്കിൽ അത് അപ്പാടെ തകർക്കുവാൻ ഇസ്രായേൽ ഇപ്പോൾ തന്നെ തുനിയും എന്നുള്ളതാണ്. അത് തുനിയുന്നില്ല. അതുകൊണ്ട് അത് വാസ്തവമല്ല. പിന്നെയുള്ളത് ഈജിപ്തിൻ്റെ കൂടെ തുർക്കിയും കൂടി ഈ ഇസ്രായേലിന് പണി കൊടുക്കുമെന്നാണ് പറയുന്നത്. അതും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ ഈ അടുത്തൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം യൂറോപ്യൻ യൂണിയനിൽ അംഗമാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. തുർക്കിയിൽ ഭൂരിപക്ഷം മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യവുമല്ല. അതുപോലെ തന്നെ നാറ്റോ സഖ്യകക്ഷിയാണ് തുർക്കി. നാറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്ക മുൻകൈയെടുത്ത് അമേരിക്കയുടെ മുന്നണിയിലുള്ള ഒരു സഖ്യകക്ഷിയാണ്. അതിൽ നാറ്റോ സഖ്യത്തിലുള്ള ഒരു സഖ്യകക്ഷിയായിട്ടുള്ള തുർക്കി ഒരിക്കലും ഇസ്രായേലിനെതിരെ ഈജിപ്തിൻ്റെ കൂടെ മുന്നിട്ടിറങ്ങി ഒരു നാശം വിളിച്ചു വരുത്തുകയില്ല. ഇതെല്ലാം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകളാണ് എന്ന് മാത്രം. ഇങ്ങനെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ ഇസ്രായേൽ ഒരു മുഴം മുമ്പേ ഈജിപ്തിനെ ആക്രമിച്ചിരുന്നു എന്നുള്ളത് ആണ് വാസ്തവം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നിടത്തോളം കാലം ഈജിപ്തിന് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഇന്നത്തെ ഈജിപ്ത് ഭരണകൂടം തന്നെ നിലനിൽക്കുന്നത് ഇസ്രായേലിൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും പൂർണ്ണ ആശീർവാദത്തോടെയും മാത്രമാണ്.